ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ബിഗിനേഴ്സ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡീസ്, നോൺ കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡീസ്, അതുപോലെ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് ഇവയെക്കുറിച്ചുള്ളതാണ്. അതായത് ആ ബോഡികളെക്കുറിച്ച് പ്രത്യേകം, ആ സ്ഥാപനത്തെക്കുറിച്ച് പ്രത്യേകമുള്ള ക്ലാസ് അല്ല, അവ എന്താണ് എന്ന് മാത്രമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. അതിനുശേഷം നമുക്ക് ഓരോരോ സ്ഥാപനങ്ങളെക്കുറിച്ച്, ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആയാലും ശരി, അതുപോലെ CAG ആയാലും ശരി, അഡ്വക്കേറ്റ് ജനറൽ ആയാലും ശരി, അതുപോലെ മനുഷ്യാവകാശ കമ്മീഷൻ, അതുപോലെ വിവരാവകാശ കമ്മീഷൻ, SC/ST കമ്മീഷൻ, അങ്ങനെയുള്ള കുറേ കമ്മീഷൻസ് ഉണ്ട്. അതൊക്കെയാണ് ഇതിൽ പെടുന്നത്. നമുക്ക് അതിനെക്കുറിച്ച് പ്രത്യേകം ക്ലാസ് ഉണ്ടാവും. അപ്പോൾ അതിനൊരു തുടക്കം എന്ന നിലയിലാണ് ഇന്ന് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ പോലെ ഇത് പറഞ്ഞു പോകുന്നത്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് ഭരണഘടനാ സ്ഥാപനങ്ങളെക്കുറിച്ചായിട്ടാണ്. എന്താണ് ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്ന് നോക്കാം. ഇന്ത്യൻ ഭരണഘടന പ്രകാരം നിലവിൽ വന്ന സ്ഥാപനങ്ങളെയാണ് ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്ന് പറയുക. അതായത് നമ്മുടെ ഭരണഘടന വരുമ്പോൾ തന്നെ ഈ സ്ഥാപനങ്ങളും കൂടി അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ പ്രത്യേകം ആർട്ടിക്കിൾ പ്രകാരം നിർവചിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ പ്രത്യേക ആർട്ടിക്കിൾ പ്രകാരം നിലവിൽ വന്നിട്ടുള്ളതായ സ്ഥാപനങ്ങളെയാണ് ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്ന് പറയാം. ഇവയ്ക്ക് സ്വയം ഭരണവും സ്വതന്ത്ര അധികാരവുമാണ് ഉണ്ടാവുക എന്നാണ്. സ്വയം ഭരണവും സ്വതന്ത്ര അധികാരവുമുള്ള സ്ഥാപനങ്ങളെയാണ്, അതുപോലെ ഭരണഘടന നിലവിൽ വരുമ്പോൾ ഭരണഘടനയിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രത്യേകം ആർട്ടിക്കിളുകളോ കൂടെ ഉൾപ്പെട്ടിട്ടുള്ള സ്ഥാപനങ്ങളെയാണ് ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾ നമ്മൾ പറഞ്ഞു, ഭരണഘടനയിൽ സ്ഥാപിച്ചിട്ടുള്ള, ഭരണഘടന നിലവിൽ വരുമ്പോൾ തന്നെ ഭരണഘടനയിൽ ഉള്ളതാണെന്ന് പറഞ്ഞു അല്ലേ. അങ്ങനെ ഭരണഘടന നിലവിൽ വരുമ്പോൾ അതിലുള്ളതാണെങ്കിൽ നമുക്ക് അതിൽ മാറ്റം വരണം പറഞ്ഞാൽ എന്ത് ചെയ്യണം? അത് മാറ്റം വരുത്താൻ വേണ്ടി, പുതിയ കാര്യങ്ങൾ ചേർക്കാൻ വേണ്ടി നമുക്ക് പുതിയ ഭേദഗതികൾ കൊണ്ടുവരേണ്ടതുണ്ട്. ആ ഭേദഗതികളിലൂടെ മാത്രമേ നമുക്ക് ഈ സ്ഥാപനങ്ങളിൽ മാറ്റം വരുത്താൻ കഴിയുകയുള്ളൂ. ഇന്ത്യൻ ഭരണഘടനയിൽ നിന്നും അധികാരം നേടിയെടുത്ത സ്ഥാപനങ്ങളാണ് ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്ന് പറയാം. അതുപോലെ പ്രത്യേക ആർട്ടിക്കിൾ പ്രകാരമായിരിക്കും ഇവർ എവിടെ ഉണ്ടാവുക? നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവുക. ഈ ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് ഉദാഹരണമാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ CAG, അതുപോലെ ആസൂത്രണ കമ്മീഷൻ, UPSC, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, അറ്റോർണി ജനറൽ, അതുപോലെ കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ, ദേശീയ പട്ടികജാതി, അതുപോലെ പട്ടികവർഗ കമ്മീഷനുകൾ, ദേശീയ വനിതാ കമ്മീഷൻ, അതുപോലെ തന്നെ ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ, അങ്ങനെ GST, അങ്ങനെ ഒരുപാട് കമ്മീഷനുകൾ എന്തിലുണ്ട്? നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങളായിട്ട് ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്. ഇതിനിപ്പോൾ നമ്മൾ ഉദാഹരണം പറയണമെന്ന് പറഞ്ഞാൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. നമ്മൾ പറഞ്ഞൂല്ലേ, ഇതിന് എന്തുണ്ടാവും? പ്രത്യേകം ആർട്ടിക്കിളുകൾ ഉണ്ടാവും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പറയണമെന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾ എത്രയാണ്? 324 മുതൽ 329 വരെയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ. അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 324 മുതൽ 329 വരെയുള്ള ആർട്ടിക്കിളുകൾ എന്ന് പറയുന്നത്. അതുപോലെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച്, അതും എന്തിൽ പെടുന്നതാണ്? നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങളിൽ പെടുന്നതാണ്. അതുപോലെ UPSCനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് പറഞ്ഞാൽ 315 മുതൽ 323 വരെയുള്ള ആർട്ടിക്കിളാണ് UPSCനെ കുറിച്ചിട്ട് പറയുന്ന ആർട്ടിക്കിളുകൾ എന്ന് പറയുന്നത്. അതുപോലെ UPSC തന്നെ PSC ഉണ്ട്, ജോയിന്റ് സ്റ്റേറ്റ് പബ്ലിക് കമ്മീഷൻ ഉണ്ട്. അതുപോലെ ധനകാര്യ കമ്മീഷനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 280 ആണ്. ധനകാര്യ കമ്മീഷനെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 280. CAGയെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 148 മുതൽ 151 വരെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞപ്പം ഇപ്പം മനസ്സിലായല്ലോ. അതായത് ഇവയെ കുറിച്ചെല്ലാം പ്രത്യേകം ആർട്ടിക്കിൾ പ്രകാരം നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ളവയാണ് എന്ന് പറയുന്നത് ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. അറ്റോർണി ജനറലിന് എന്താ വരിക? അറ്റോർണി ജനറലിന് വരുന്നത് ആർട്ടിക്കിൾ 76, അഡ്വക്കേറ്റ് ജനറലിന് വരുന്നത് ആർട്ടിക്കിൾ 165, അതുപോലെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനുകൾ, അങ്ങനെ ഒരുപാടുണ്ട്. ഞാൻ അപ്പോൾ എല്ലാത്തിനെയും പറയാൻ നിൽക്കില്ല, അതൊരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് മാത്രമാണ്. ഇവയെക്കുറിച്ച് ഇനി പ്രത്യേകമായിട്ട് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും.
ഇനി എന്താണ് അർദ്ധ ജുഡീഷ്യൽ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് എന്ന് നോക്കാം. അർദ്ധ ജുഡീഷ്യൽ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ക്വാസി ജുഡീഷ്യൽ ബോഡീസ് എന്നാണ് ഇവ അറിയപ്പെടുന്നത്. കോടതിയോ നിയമനിർമ്മാണ സഭയോ അല്ലാതെ സർക്കാരിന്റെ ഒരു ഘടകമാണ് എന്ന് പറയുന്നത് അർദ്ധ ജുഡീഷ്യൽ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. ജുഡീഷ്യൽ എന്ന് പറയുന്നതുകൊണ്ട് ഇതൊരു കോടതിയല്ല. ഇത് കോടതിയോ നിയമനിർമ്മാണ സഭയോ അല്ലാത്ത സർക്കാരിന്റെ ഒരു ഘടകമാണ് എന്ന് പറയുന്നത് ഈ അർദ്ധ ജുഡീഷ്യൽ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. ഇവ കോടതി അല്ലെങ്കിൽ കൂടി കോടതിയുടെ ഒരു നടപടിക്രമങ്ങളാണ് ഇവയ്ക്ക് ഉള്ളത്. അതായത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ പ്രത്യേകം ചില മേഖലകൾ എടുത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ ആ മേഖലകളിലേക്ക് വേണ്ടി നമ്മളൊരു സ്ഥാപനം ഉണ്ടാക്കി. ആ സ്ഥാപനങ്ങളിൽ നമ്മൾ എടുക്കുന്ന ഉദ്യോഗസ്ഥർ എങ്ങനെയുള്ളവരായിരിക്കുക, ആ മേഖലകളിൽ പ്രത്യേകം കഴിവ് ലഭിച്ചിട്ടുള്ള അല്ലെങ്കിൽ പ്രത്യേകം കഴിവുള്ളവർ, ആ മേഖലയെക്കുറിച്ച് പ്രത്യേകം അറിയാവുന്ന വ്യക്തികളായിരിക്കും അല്ലെ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക. അങ്ങനെയുള്ള വ്യക്തികളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സ്ഥാപനങ്ങളായിരിക്കും ഈ അർദ്ധ ജുഡീഷ്യൽ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. ഏത് മേഖലയാണോ ആ മേഖലകളിൽ എന്ത് ചെയ്യും, അവർക്ക് നിയമങ്ങൾ ഉണ്ടാക്കാൻ പറ്റും, അതുപോലെ നടപ്പിലാക്കാനും ശിക്ഷകൾ നൽകാനും കഴിയുന്ന സ്ഥാപനങ്ങളാണ് ഈ അർദ്ധ ജുഡീഷ്യൽ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. അതായത് കോടതിയുടെ ഏകദേശം സമാനമായ കഴിവുകൾ ഉണ്ടെങ്കിൽ കൂടി അതൊരു കോടതി അല്ല എന്നാ പറയുന്നത്. ഏതാണ് ആ മേഖല, ആ മേഖലയിൽ ഇപ്പൊ നമ്മൾ ഉദാഹരണത്തിന് ദേശീയ വനിതാ കമ്മീഷനായാലും അല്ലെങ്കിൽ ദേശീയ ന്യൂനപക്ഷ കമ്മീഷനൊക്കെ ആയാലും അതിൽ മനുഷ്യാവകാശ കമ്മീഷനൊക്കെ ആയാലും അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അതായത് അതിൽ കഴിവുള്ളത്, അതുമായി കൂടുതൽ പഠിച്ചിട്ടുള്ളവർ അല്ലെങ്കിൽ അറിവുള്ള വ്യക്തികളായിരിക്കും അല്ല ഉൾപ്പെടുത്തുക. അപ്പൊ അവർക്ക് മാത്രമാണ് ഏത് ഭാഗങ്ങളിലൂടെയാണ് അവിടെ എങ്ങനത്തെ നിയമങ്ങളാണ് വരേണ്ടത്, നടപ്പിലാക്കേണ്ടത് എന്നൊക്കെ അറിയാം. അങ്ങനെയുള്ള വ്യക്തികൾക്കായിരിക്കാം. അപ്പൊ അവരാണ് നിയമം ഉണ്ടാക്കുന്നതും. അതുപോലെ ഈ മനുഷ്യാവകാശ കമ്മീഷനിൽ മനുഷ്യാവകാശം എവിടെയെങ്കിലും ഹനിക്കപ്പെടുകയാണ് എന്ന് കണ്ട് കംപ്ലൈന്റ് കിട്ടി അവരെന്ത് ചെയ്യും, അന്വേഷിക്കുകയും അതിനെതിരെ അത് നടക്കാതിരിക്കാൻ വേണ്ടി നിയമം നടപ്പിലാക്കുകയും ശിക്ഷകൾ നടപ്പിലാക്കുകയും ഒക്കെ ചെയ്യും. പക്ഷേ ശിക്ഷകൾ പറഞ്ഞാൽ പിഴകളെല്ലാം അവർ നടപ്പിലാക്കും. പക്ഷെ എന്താണെന്നാണ് പറഞ്ഞത്, ഇതൊരിക്കലും ഒരു കോടതിയല്ല. ഇങ്ങനെ തീർപ്പ് കൽപ്പിച്ചാൽ കൂടി ഇന്നത് തീർപ്പ് കൽപ്പിച്ചാൽ കൂടി ആ ഒരു വ്യക്തിക്ക് അതിനെതിരെ ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ പോവാനുള്ള കഴിവ് ഉണ്ട്. ഇതൊരിക്കലും ഒരു ജഡ്ജിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നതായിരിക്കില്ല. ഇത് നിയമപരമായിട്ടോ അതുപോലെ സാമ്പത്തികപരമായിട്ടുള്ള മേഖലകളിൽ പരിജ്ഞാനമുള്ള വിദഗ്ധർ ഉൾപ്പെടുന്നതാണ്. നമ്മൾ പറഞ്ഞില്ലേ, കോടതിയുടെ അധികാരങ്ങൾ ഉണ്ടെങ്കിൽ കൂടി ഒരു ജഡ്ജിയുടെ നേതൃത്വത്തിലുള്ളത് മാത്രമായിരിക്കില്ല ഈ നിയമപരമായിട്ട്. അതുപോലെ അത് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതോ അതുമായിട്ട് പരിജ്ഞാനമുള്ള വ്യക്തികളും ഉൾപ്പെടുന്നതായിരിക്കും. അവ നിയമപരമോ നിയന്ത്രണപരമോ ഭരണഘടനാപരമോ ഏതോ എന്ത് വേണമെങ്കിലും ആവാനാ പറയുന്നത്. ഉദാഹരണം പറയുന്നതാണ് നമ്മുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു നിയമാനുസൃത സ്ഥാപനമാണ്. നിയമം മൂലം സ്ഥാപിതമായ സ്ഥാപനമാണ് എന്തെന്ന് പറയുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത്. ഇത് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ എന്തില്ല, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഇല്ലാതെ അതിന് ശേഷം പാർലമെന്റ് നിയമം മൂലം കൊണ്ടുവന്ന ഒരു സ്ഥാപനമാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത്. എന്നാൽ ഈ ധനകാര്യ കമ്മീഷനൊക്കെ പറയുന്നത് പറഞ്ഞാൽ ആർട്ടിക്കിൾ 280 പ്രകാരം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഓൾറെഡി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള സ്ഥാപനങ്ങളാണ് എന്തെന്ന് പറയുന്നത് ധനകാര്യ കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കാം. കാരണം ഭരണഘടനാ സ്ഥാപനം പറഞ്ഞാൽ ഭരണഘടനയിൽ ആർട്ടിക്കിൾ പ്രകാരം നിലവിൽ വന്ന സ്ഥാപനം. അർദ്ധ ജുഡീഷ്യൽ സ്ഥാപനം എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു കോടതിയുടെ ചെറിയ കഴിവുകളൊക്കെ, അതായത് നിയമം നിർമ്മിക്കാനും നടപ്പിലാക്കാനും എല്ലാം പറഞ്ഞാൽ അവർക്കെതിരെ നടപടികൾ സ്വീകരിക്കാനും ഒക്കെ കഴിയുന്ന ഒരു അർദ്ധ ജുഡീഷ്യൽ സ്ഥാപനങ്ങൾ മാത്രമാണ്. കാരണം ഇവർ പറഞ്ഞതിനെതിരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ ഇവരുടെ നടപടികൾക്കെതിരെ കോടതിയെ സമീപിക്കാൻ കഴിയുന്നതായിരിക്കും. അതാണ് ഈ അർദ്ധ ജുഡീഷ്യൽ എന്ന് ഉദ്ദേശിച്ചത്. ഇവ കൊണ്ട് എന്തൊക്കെയാണ് ഉപയോഗങ്ങളുള്ളത് എന്ന് ചോദിച്ചു പറഞ്ഞാൽ എന്താണ് പറഞ്ഞാൽ നമ്മൾ ഏതൊരു എന്തെങ്കിലും കേസൊക്കെ ആയിട്ട് കോടതിയിൽ പോയ ഒരുപാട് കാലം കെട്ടിക്കടന്നിട്ടേ ഇരിക്കാം അതിൽ നമുക്ക് നീതി ലഭിക്കുക. അപ്പൊ അതിലേക്ക് എന്ത് ചെയ്യും, കുറച്ചിട്ട് പെട്ടെന്ന് നമുക്ക് പരിഹാരം ലഭിക്കും. അതാണ് ഇതിന്റെ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. അതാണ് ഒരുപാട് നമ്മുടെ സമയം വേസ്റ്റ് ആവില്ല. അതുപോലെ നമുക്ക് അതിവേഗം നമുക്ക് വേണ്ട നീതി ലഭിക്കുകയും ചെയ്യും. ഈ കോടതികളുടെ ഭാരം എന്ന് പറയുന്നത് ഒരുപാട് അവർക്ക് എന്ത് ചെയ്യും,
ചുമതലകൾ ഉണ്ടാവില്ല, ഒരുപാട് ഭാരങ്ങൾ വർദ്ധിച്ച ഭാരം എന്ത് ചെയ്യുമെന്നാണ് പറയുന്നത്, അത് കുറഞ്ഞു കിട്ടുകയാണ് ചെയ്യുക. അതുപോലെ ഈ കോടതിയിൽ പോയ എല്ലാ കേസിനും എന്ത് ചെയ്യാൻ പറ്റില്ല, കോടതിയിലുള്ള ജഡ്ജിമാർക്ക് എല്ലാ ഭാഗങ്ങളിലും വൈദഗ്ധ്യമുള്ളവരാവണമെന്നില്ല അല്ലെ. അപ്പൊ അവരെന്ത് ചെയ്യും, സാങ്കേതിക മുന്നേറ്റങ്ങൾ എല്ലാ മേഖലയും ഉൾക്കൊള്ളുന്നതിനാൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വൈദഗ്ധ്യമുള്ള സംവിധാനങ്ങൾ ആവശ്യമായതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ജുഡീഷ്യൽ സ്ഥാപനങ്ങൾ അതിന് ഉപകാരമാവും. സാധാരണ കോടതികൾക്ക് അത്തരം വൈദഗ്ധ്യം ഇല്ലാത്തത് കൊണ്ട് എന്താണ്, അതാണ് ഞാൻ പറഞ്ഞത്, സാധാരണ ജഡ്ജിമാർക്കോ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാം, അതുപോലെ എല്ലാം അവർക്ക് അറിയണമെന്നില്ല. അപ്പോൾ അങ്ങനെ അവർ വിധി പറയുമ്പോൾ എന്ത് ചെയ്യും, അവർക്ക് ചില കാര്യങ്ങളിൽ അവർക്ക് തെറ്റ് സംഭവിക്കാം. അപ്പോൾ അങ്ങനെയുള്ളവ തിരുത്തുകയും അതിൽ എന്ത് ചെയ്യാം, ചിലവ് കുറഞ്ഞ രീതിയിൽ നീതി വിതരണം നടപ്പാക്കുകയും ചെയ്യുക എന്നത് കൂടിയാണ് ഈ അർദ്ധ ജുഡീഷ്യൽ ബോഡികളുടെ കടമ എന്ന് പറയുന്നത്. ഇവ കൊണ്ട് ഉണ്ടായ ഉപകാരങ്ങൾ അവയൊക്കെയാണ്. എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ, സമയം, കോടതികളിൽ പോയിട്ടുള്ള ഒരുപാട് സമയം നമ്മുടെ നഷ്ടപ്പെടുന്നില്ല. അതുപോലെ തന്നെയാണ് നമുക്ക് പെട്ടെന്ന് നീതി കിട്ടും. പിന്നെ ഏതാണോ മേഖല, ആ മേഖലയിൽ വൈദഗ്ധ്യമുള്ളവരായതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട മേഖലകൾക്ക് വളരെ ഉപകാരമാവും. അപ്പൊ ഈ സുപ്രധാന അർദ്ധ ജുഡീഷ്യൽ സ്ഥാപനങ്ങൾക്ക് ഉദാഹരണം പറയണമെന്നാലാണ് ആദ്യത്തെ നമ്മൾ പറയുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ നമ്മൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും കംപ്ലൈന്റുകൾ വരികയോ അല്ലെങ്കിൽ എന്തെങ്കിലും വന്നാൽ നമ്മൾ ആരിനെയാണ് അത് സമീപിക്കുക, തെരഞ്ഞെടുപ്പ് കമ്മീഷനെയാണ് അല്ലെ ആദ്യം നമ്മൾ സമീപിക്കുക. ആരിനെയാണ്, തെരഞ്ഞെടുപ്പ് കമ്മീഷനെയാണ്. ഇപ്പോൾ ഒരു വ്യക്തി ഇലക്ഷനിൽ നിന്നോ അദ്ദേഹത്തിന്റെ സ്വത്തുമായിട്ടോ വേറെ എന്തെങ്കിലും കാരണമായിട്ടോ അദ്ദേഹം കൊടുത്തത് തെറ്റാണ് എന്നൊക്കെ വന്ന് നമ്മൾ ആദ്യം സമീപിക്കുക, ആരെയാണ് സമീപിക്കുക, ആദ്യം നമ്മൾ സമീപിക്കുക തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തന്നെയാണ് അല്ലെ. അപ്പൊ കുറച്ച് അർദ്ധ ജുഡീഷ്യൽ സ്ഥാപനങ്ങളിൽ ഏതൊക്കെയാണെന്ന് പറയാം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, അതുപോലെ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ, ഇൻകം ടാക്സ്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി നൽകാൻ കഴിയല്ലേ, നമ്മൾ നേരിട്ട് കോടതിയിലോ പോലീസിലോ പോകുന്നതിന് പകരം മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി നൽകുക. അപ്പൊ അവർ അതുമായി ബന്ധപ്പെട്ട് പരാതി സ്വീകരിച്ചതിന് ശേഷം അന്വേഷണത്തിന് വേണ്ടി, ചോദ്യം ചെയ്യലിന് വേണ്ടി ആ വ്യക്തിയെ വിളിച്ചു വരുത്താം, അതിനെതിരെ നടപടിയെടുക്കാം. അങ്ങനെ കുറെ കാര്യങ്ങളാണ് ഈ അർദ്ധ ജുഡീഷ്യൽ വരുന്നത്. അപ്പൊ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ, അതായത് നമ്മൾ ഒരു വസ്തു വാങ്ങി, ഏതെങ്കിലും ഒരു സാധനം വാങ്ങി അത് അതിന്റെ ക്വാളിറ്റിയോ ക്വാണ്ടിറ്റിയോ ശരിയല്ല എന്നൊക്കെ തോന്നുകയോ അല്ലെ പല കാരണങ്ങളാൽ നമുക്ക് അത് ശരിയല്ല എന്ന് തോന്നിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉപഭോക്തൃ തർക്ക പരിഹാര കോടതിയിൽ പോകാൻ പറ്റും. അതുപോലെ ദേശീയ ഹരിത ട്രിബ്യൂണൽ, ബാങ്കിങ് ഓംബുഡ്സ്മാന്, നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ, ദേശീയ നദീജല തർക്ക ട്രൈബ്യൂണൽ, കേന്ദ്ര വിവരാവകാശ കമ്മീഷന്. അതുപോലെ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ എന്താണ്, നമുക്ക് എന്തെങ്കിലും വിവരങ്ങൾ ഏതെങ്കിലും സർക്കാർ ഓഫീസിൽ നിന്നോ വിവരങ്ങൾ ലഭിക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് വിവരാവകാശ കമ്മീഷനിൽ പോയി നമുക്ക് പരാതി നൽകും. വിവരാവകാശ കമ്മീഷൻ ക്ലാസ് ഞാൻ ഇതിന് മുമ്പ് എടുത്തിട്ടുണ്ട്. അത് എങ്ങനെയൊക്കെയാണ് അവിടെ പോകേണ്ടത്, ആരുമായിട്ടൊക്കെയാണ്, പരാതി ആരാണ് സ്വീകരിക്കേണ്ടത്, അത് എത്ര ദിവസത്തിനുള്ളിൽ കൊടുക്കണം, അങ്ങനെയുള്ളത് ഞാൻ അതിലെടുത്തിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടെ അത് പറയും. ഓക്കെ. അതുപോലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, അതായത് സെബി എന്ന് പറയുന്നത് ഒരു റെഗുലേറ്ററി ബോഡിയാണ്. സെബി എന്ന് പറയുന്നത് എന്താണ്, ഒരു റെഗുലേറ്ററി ബോഡിയാണ്. അതുപോലെ വൈദ്യുതിക്ക് വേണ്ടിയുള്ള അപ്പീൽ ട്രൈബ്യൂണൽ, റെയിൽവേ ക്ലെയിംസ് ട്രൈബ്യൂണൽ. അതുപോലെ കേരളത്തിലെ കുറെ അർദ്ധ ജുഡീഷ്യൽ സ്ഥാപനങ്ങളാണ് കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. ഇപ്പൊ നമ്മൾ പറഞ്ഞതിലേക്ക് കേരളത്തിലുണ്ടാവില്ലേ മനുഷ്യാവകാശ കമ്മീഷൻ, കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ ഉണ്ട്, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഉണ്ട്. അതുപോലെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട്, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട്. കേന്ദ്ര വിവരാവകാശ കമ്മീഷനുണ്ട്, സംസ്ഥാന വിവരാവകാശ കമ്മീഷനുണ്ട്. കേന്ദ്ര വനിതാ കമ്മീഷനുണ്ട്, സംസ്ഥാന വനിതാ കമ്മീഷനുണ്ട്. കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ. അതുപോലെ പട്ടികജാതി, കേന്ദ്ര പട്ടികജാതി കമ്മീഷൻ, പട്ടികവർഗ കമ്മീഷൻ. അതിന് നമുക്ക് എന്താണ് രണ്ടും കൂടി കൂട്ടിയിട്ട് കേന്ദ്ര പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ. കേരളത്തിൽ കേരള പട്ടികജാതി പട്ടികവർഗ കമ്മീഷനാണ് കേരളത്തിലുള്ളത്. അതുപോലെ കേരള പിന്നോക്ക വിഭാഗ കമ്മീഷൻ, മുന്നോക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള കമ്മീഷൻ. അതുപോലെ കേരള സംസ്ഥാന ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ, കേരള സംസ്ഥാന യുവജന കമ്മീഷൻ എന്നിവയൊക്കെയാണ് നമ്മുടെ കേരളത്തിലെ അർദ്ധ ജുഡീഷ്യൽ സ്ഥാപനങ്ങൾ. ഇതിൽ നിങ്ങൾ ഒരുപാട് തലപൊക്കൊന്നും വേണ്ട. എവിടെയൊക്കെ അവർക്ക് മനുഷ്യാവകാശം, അവരുടെ അവകാശം നിഷേധിക്കപ്പെടുന്നോ അവർക്ക് വേണ്ടിയിട്ട് ഒരു സംഘടന ഉണ്ടാവുകയും
ഒരു സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിരിക്കും. ആ സ്ഥാപനങ്ങളിൽ പോയിട്ട് അവർക്ക് കംപ്ലൈന്റ് ചെയ്യാൻ പറ്റുകയാണ്, ആ സ്ഥാപനങ്ങൾ നേരിട്ട് പോയി കംപ്ലൈന്റ് ചെയ്യാൻ പറ്റുകയാണ്, അവർ നടപടി എടുക്കുകയാണെങ്കിൽ അതെല്ലാം അവർക്ക് ജുഡീഷ്യൽ സ്ഥാപനങ്ങളാണ്. അവര് SC/ST-കാരാണെന്ന് വെച്ചോ, അതായത് പട്ടികജാതി പട്ടികവർഗക്കാര് അല്ലെങ്കിൽ OBC-കാരാണ് എന്ന് വെച്ചോ, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് നമുക്കറിയാലോ ഒരുപാട് ചൂഷണങ്ങൾ അനുഭവിച്ചിട്ടുള്ളവരാണ്, ഇപ്പോഴും അനുഭവിക്കുന്നവരാണ്. അപ്പൊ അവർക്ക് ചൂഷണം നേരിടുകയാണെങ്കിൽ അവരെന്ത് ചെയ്യും, അവരുടെ കമ്മീഷനിൽ പോയിട്ട് അവർക്ക് കംപ്ലൈന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ കമ്മീഷൻ എന്ത് ചെയ്യും, അവര് നേരിട്ട് നടപടികൾ സ്വീകരിക്കും, അത് അന്വേഷിക്കും, അവർക്ക് അങ്ങനെ ആവാതിരിക്കാനുള്ള നിയമങ്ങൾ എടുക്കുകയും ചെയ്യും. അങ്ങനെ സ്വന്തമായിട്ട് ഒരു കോടതിയുടെ, എന്നാൽ കോടതി അല്ലാത്തതും കോടതിയുടെ അധികാരമുള്ള സ്ഥാപനങ്ങളെയാണ് എന്ന് പറയാ, അർദ്ധ ജുഡീഷ്യൽ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. ഇനി അടുത്തത് നോൺ കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡീസ്. നോൺ കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡീസ് അതെന്താണെന്ന് നോക്കാം. ഭരണഘടനയിൽ കാണാൻ കഴിയാത്ത ബോഡീസ് ആണ് എന്ത് എന്ന് പറയുന്നത്, നോൺ കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡീസ് എന്ന് പറയാം. ഇവ നിയമം വഴി സ്ഥാപിതമായിട്ടുള്ള സ്ഥാപനങ്ങളാണ്. ഇങ്ങനെ സ്ഥാപിതമായിട്ടുള്ളതാണ്, നിയമം വഴി സ്ഥാപിതമായിട്ടുള്ള സ്ഥാപനങ്ങളെയാണ് നോൺ കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡീസ് എന്ന് പറയുന്നത്. ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കുന്ന നിയമം വഴി അല്ലെങ്കിൽ ആക്ടുകൾ വഴി അതിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ വന്ന സ്ഥാപനങ്ങളെയാണ് നോൺ കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡീസ് എന്ന് പറയാം. ഈ നോൺ കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡീസിനെ തന്നെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്നും രണ്ടാമത് നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്നും. ഒന്ന് സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്നും രണ്ടാമത്തത് നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്നും. സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്നും നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്നും. അതിൽ ഈ സ്റ്റാറ്റ്യൂട്ടറി ബോഡീനെ തന്നെ റെഗുലേറ്ററി ബോഡി എന്നും ക്വാസി ജുഡീഷ്യറി ബോഡി എന്നും പറഞ്ഞു. അപ്പൊ ക്വാസി ജുഡീഷ്യറിയുടെ നമ്മൾ ഇന്ന് കുറേ ബോഡീസിന്റെ പേര് പറഞ്ഞു, സ്ഥാപനങ്ങളുടെ പേര് പറഞ്ഞു അല്ലെ. അപ്പോൾ റെഗുലേറ്ററി ബോഡിയിലാണ് നമ്മൾ പറഞ്ഞ എന്ത്, സെബി റെഗുലേറ്ററി ബോഡിയാണ് എന്ന് പറഞ്ഞു അല്ലെ. ഈ നോൺ കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡി എന്ന് പറഞ്ഞാൽ എന്താണ്, ഭരണഘടനയിൽ പ്രതിപാദിക്കാത്തതാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഗവൺമെന്റ് ഓർഡർ വഴി അല്ലെങ്കിൽ ഗവൺമെന്റ് ആക്ട് വഴിയോ സ്ഥാപിതമായതാണ് ഇവ എന്നും പറഞ്ഞു. ഇന്ത്യൻ ഭരണഘടനയിൽ പരാമർശിക്കാത്ത സ്ഥാപനങ്ങളാണ് നോൺ കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡികൾ എന്ന് പറയുന്നത്. ഇവയ്ക്ക് അധികാരം ലഭിക്കുന്ന ഒന്നില് പാർലമെന്റ് പാസ്സാക്കുന്ന നിയമങ്ങളിലൂടെ അല്ലെങ്കിൽ സർക്കാർ എക്സിക്യൂട്ടീവ് ഉത്തരവുകളിലൂടെയാണ്. അവയിൽ തന്നെ ഇതിനെ തന്നെ നമ്മൾ എന്തെന്ന് പറഞ്ഞു, നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയെ തന്നെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞത്. ഒന്ന് ക്വാസി ജുഡീഷ്യറി എന്നും രണ്ടാമത് റെഗുലേറ്ററി ബോഡി എന്നും രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ പറഞ്ഞു ഈ ക്വാസി ജുഡീഷ്യറിയിൽ വരുന്നതാണ് ഹ്യൂമൻ റൈറ്റ്സ്, അതുപോലെ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ എല്ലാം വരുന്നത് ഏതാണ് എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ക്വാസി ജുഡീഷ്യറിയിൽ വരുന്നതാണ് SC/ST കമ്മീഷനുകളായാലും അതുപോലെയുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷനുകളൊക്കെ എന്തിലാണ് വരുന്നതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്വാസി ജുഡീഷ്യറിയിൽ വരുന്നതാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ഒന്നുകൂടെ എളുപ്പത്തിൽ പറയാം. നോൺ കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡികളെയാണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി, നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറയുന്നത്. ഈ നോൺ കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡികളെ അവയെ എന്താണ് പറഞ്ഞത്, സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി എന്നും അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് അതോറിറ്റി എന്നും തരംതിരിച്ചിരിക്കുന്നു. എങ്ങനെയാണ്, സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്നും എക്സിക്യൂട്ടീവ് അധികാരം അല്ലെങ്കിൽ നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് തരംതിരിച്ചിരിക്കുന്നു. സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറഞ്ഞാൽ എന്താണ്, അതോറിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, നിയമപരമായ അധികാരമാണ്. പാർലമെന്റ് സംസ്ഥാന നിയമസഭ പാസ്സാക്കുന്ന പ്രത്യേക നിയമങ്ങളിൽ നിന്നാണ് ഇവയ്ക്ക് അധികാരം ലഭിക്കുന്നത് എന്ന് പറഞ്ഞത്. എക്സിക്യൂട്ടീവ് അധികാരം എന്താണ്, നിയമപരമായ പ്രത്യേക അടിത്തറയില്ലാതെ കേന്ദ്ര ഗവൺമെന്റ് പാസ്സാക്കുന്നത് വഴി ഉള്ള ഉത്തരവിലൂടെ സ്ഥാപിതമായ സ്ഥാപനങ്ങളെയാണ് എക്സിക്യൂട്ടീവ് സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ബോഡീസ്, ഇത് രണ്ടും ഒന്നാണ്. നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ബോഡീസ് എന്നറിയപ്പെടുന്നത് കേന്ദ്ര ഗവൺമെന്റ് നിയമം വഴി സ്ഥാപിതമാക്കിയതിനെയാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, നോൺ കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡീസ് ആണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി അല്ലെങ്കിൽ നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറയുന്നത്. നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയെ തന്നെയാണ് എക്സിക്യൂട്ടീവ് അതോറിറ്റി എന്ന് പറയുന്നത്. ആ എക്സിക്യൂട്ടീവ് അതോറിറ്റി പറഞ്ഞാൽ ഗവൺമെന്റ് പാസ്സാക്കുന്നതാണ്, കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടാക്കുന്നതിനാണ്. അതിനൊരു ഉദാഹരണമാണ് എന്ത്, നീതി ആയോഗ് എന്ന് പറയുന്നത് അല്ലെ. നീതി ആയോഗിൽ എങ്ങനെയാണ് പറഞ്ഞാൽ അവർക്ക് നിർദ്ദേശിക്കാൻ മാത്രമാണ് പറ്റുള്ളൂ, അത് സ്വീകരിക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നവരാണ്, ഗവൺമെന്റ് ആണ് അത് തീരുമാനിക്കുന്നത്. നീതി ആയോഗും പിന്നെ അതുപോലെ തന്നെ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലും എന്തിന് ഉദാഹരണമാണ്, നോൺ കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിയിലെ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് അതോറിറ്റിക്ക് ഒരു ഉദാഹരണമാണ്. അതുപോലെ ക്വാസി ജുഡീഷ്യൽ സ്ഥാപനങ്ങൾ എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു എന്തിൻ്റെ അധികാരമാണ്, ഒരു കോടതിയുടെ അധികാരമുള്ളവയാണ് ഈ ക്വാസി ജുഡീഷ്യൽ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. ഒരു ചെറിയൊരു കോടതിയുടെ അധികാരമുള്ളവയായിരിക്കും, എന്നാൽ കോടതിയായിരിക്കില്ല. അതാത് മേഖലയുമായി ബന്ധപ്പെട്ട പരിജ്ഞാനമുള്ള വ്യക്തികൾ ഉള്ള ഒരു
സ്ഥാപനങ്ങളായിരിക്കാവാന്ന് പറഞ്ഞു. അതിന് ഉദാഹരണമാണ് നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലും അതുപോലെ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷനും ഒക്കെ അതിൽ പെടുന്നതാണ്. നമ്മൾ പറഞ്ഞു സെബി എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത്, റെഗുലേറ്ററി സ്ഥാപനമാണെന്ന് പറഞ്ഞത്. സെബി ഒരു റെഗുലേറ്ററി സ്ഥാപനങ്ങളാണെന്ന് പറഞ്ഞു. റെഗുലേറ്ററി ബോർഡുകൾ പ്രത്യേക വ്യവസായങ്ങളിലോ വിപണികളിലോ നിയമം നടപ്പിലാക്കുകയും മേൽനോട്ടം വഹിക്കുകയും ചെയ്യുന്നവയാണ് ഈ റെഗുലേറ്ററി സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. അതിന് ഉദാഹരണമാണ് നമ്മൾ സെബി എന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. ഇതിൻ്റെയൊക്കെ ഒരു എന്താണ് എന്ന് മാത്രമേ ഞാൻ പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എന്താണ് ഭരണഘടനാ സ്ഥാപനം? ഭരണഘടനയിൽ ആർട്ടിക്കിൾ പ്രകാരം സ്ഥാപിതമായതാണ്. ജുഡീഷ്യൽ സ്ഥാപനങ്ങൾ കോടതിയുടെ അധികാരമുള്ള എന്നാൽ കോടതി അല്ലാത്തതുമായ സ്ഥാപനങ്ങളാണ്. അർദ്ധ ജുഡീഷ്യൽ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് അവർക്ക് നിയമം ഉണ്ടാക്കാം, നിയമം നടപ്പിലാക്കാം, അതുമായി ബന്ധപ്പെട്ടിട്ട് ഉത്തരവുകൾ പുറപ്പെടുവിക്കാനെല്ലാം സാധിക്കും. എന്നാൽ അവയ്ക്കെതിരെ നമുക്ക് സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ പോകാൻ കഴിയും എന്നത് അവരുടെ ഒരു പരാജയം, അല്ലെങ്കിൽ അവയെ കോടതിയല്ല എന്നുള്ളതിന് ഒരു നമുക്ക് ഈ കോടതികൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഹൈക്കോടതി സുപ്രീം കോടതി വരെ നമ്മൾ പോകാറുള്ളൂ അല്ലേ. ഇതെന്താണ് പറഞ്ഞാൽ അവർ കോടതിയിൽ ഉത്തരവ് പുറപ്പെടുവിക്കുന്ന പോലെയല്ല എന്നാണ് ഉദ്ദേശിച്ചത്. അതാണ് ഈ അർദ്ധ ജുഡീഷ്യൽ സ്ഥാപനം എന്ന് പറയുന്നത്. അതായത് കോടതിയുടെ ഏകദേശം എല്ലാ ഇതുണ്ട്, എന്നാൽ അവയിൽ അത് പ്രത്യേക മേഖലകൾക്കായതുകൊണ്ട് തന്നെ അതിൽ പ്രാഗൽഭ്യമുള്ള വ്യക്തികളായിരിക്കും അവിടെ ഉണ്ടാവുക. നോൺ കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡീസ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രത്യേകം പറയാത്ത ബോഡീസ് നിയമം വഴി വന്നിട്ടുള്ള ബോഡീസാണിത്. അവയാണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ്, നോൺ സ്റ്റാറ്റ്യൂട്ടറി അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ബോഡീസ് എന്നെല്ലാം പറയുന്നത്. എക്സിക്യൂട്ടീവ് ബോഡീസ് എന്നെല്ലാം പറയുന്നത് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, അത് നമുക്ക് വീണ്ടും കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കും. കാരണം നമുക്ക് ഇതല്ല പ്രത്യേകം പഠിക്കേണ്ടത്, ഇതിൽ ഓരോരോ ബോഡീസിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കേണ്ടത്, സ്ഥാപനങ്ങളെ കുറിച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ ഓരോരോ സ്ഥാപനങ്ങളുമായിട്ടുള്ള ക്ലാസ്സുകളുമായി ഇനിയും വരുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി വരുന്നത് വരെ ബൈ.